നമസ്കാരം. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒപ്പം കോടതിയിൽ ഇപ്പോൾ ഹർജിയും നൽകിയിരിക്കുകയാണ്. ഉയർന്നുവരുന്ന പ്രതിരോധം എന്നാണ് ഈ ഇന്തിഫാദ എന്ന വാക്കിൻ്റെ അറബി വാക്കിലെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്. കൊല്ലം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ആശിഷാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്തിഫാദ എന്ന പേര് നൽകിയതിനെതിരെയാണ് ഹർജി അദ്ദേഹം നൽകിയിരിക്കുന്നത്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് ഇത്, അറബി പദമായിട്ടുള്ള ഇന്തിഫാദ. ഈ ഇന്തിഫാദ ചരിത്രപരമായി തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാണ് ഹർജിക്കാരൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്. 100% ശരിയല്ലേ? അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഈ പേരെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർക്കും ഒപ്പം തന്നെ വൈസ് ചാൻസലർക്കും പരാതി കൂടി നൽകിയെങ്കിൽ കൂടിയും പക്ഷേ അതിന് നടപടി ഉണ്ടായില്ല എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് മുൻപോട്ടുള്ള യാത്ര. ഹർജിയിൽ ഗവർണർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ കൂടാതെ സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഹർജിയിൽ പറയുന്നതൊക്കെ ഇതാണ്. അതായത് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, മാപ്പിളപ്പാട്ട്, നാടോടി നൃത്തം കൂടാതെ ദേശഭക്തി ഗാനം, ഓട്ടംതുള്ളൽ, ക്വിസ്, ചിത്രരചന തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായി സംസ്ഥാനത്തെ യുവാക്കൾക്ക് ഇടയിലുള്ള ഈ കലാ സാംസ്കാരിക കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ് ഈ കലോത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഈ ഇന്തിഫാദ എന്ന പേര് എന്ന് പറയപ്പെടുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാണ്. തകിടം മറിക്കുക എന്നതിൻ്റെ അറബിക് പദമാണ് ഇന്തിഫാദ. ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട് പലസ്തീനുകൾ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലും പലസ്തീനുമായി ഗാസയിൽ ഉടലെടുത്ത സംഘർഷത്തോട് അനുബന്ധിച്ചുകൊണ്ട് പലസ്തീൻകാർ ഉപയോഗിച്ച ഒരു വാക്കാണ് ഇത്. കാരണം ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ഈ ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേര്, ആ പേരാണ് ഇന്തിഫാദ. എന്തിനാണ് അതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലിന് മേലെ ഈ പാലസ്തീൻ്റെ സ്കാർഫ് വീണ് കിടക്കുന്നതാണ് കലോത്സവ ലോഗോയായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു യുവജനോത്സവം കലാപവുമായോ യുദ്ധവുമായോ ബന്ധപ്പെടുത്തരുത് എന്നുള്ളതല്ലേ. യൂത്ത് ഫെസ്റ്റിവലിൽ രാഷ്ട്രീയത്തിനോ ആഗോള രാഷ്ട്രീയത്തിനോ സ്ഥാനമില്ല എന്നുള്ളതല്ലേ. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമല്ല ഇവിടെ ചർച്ചയാകേണ്ടത് എന്നും സർഗാത്മകമായി പ്രകടിപ്പിക്കേണ്ടത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന് ലോഗോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത് തന്നെ ഒരു സാംസ്കാരിക ഉത്സവത്തിന് ചേർന്നതാണ്. ഒട്ടും ചേർന്നതല്ല. മറിച്ച് ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ എന്തുണ്ടാക്കുന്നു? ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവരിൽ നിന്ന് സാഹോദര്യം എന്നുള്ളൊരു സംഭവം അത് നഷ്ടമാക്കാനേ ഇത് ഉപകരിക്കൂ. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐക്യം അതില്ലാതാകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഇത് ആയി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പലസ്തീനുമായും ഇസ്രയേലുമായും ഇന്ത്യ മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു രാജ്യത്തിന് ഉപരിയായി മറ്റൊരു രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ചിന്തിക്കേണ്ടതല്ലേ? ഒട്ടും ശരിയല്ല. അതുകൊണ്ട് മാർച്ച് 4 മുതൽ 11 വരെ നടക്കുന്ന യുവജനോത്സവത്തിൽ ഈ ലോഗോയും എഴുത്തും ഉപയോഗിക്കുന്നത് വിലക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇന്തിഫാദ എന്ന പേരിലാണ് കേരള സർവകലാശാല കലോത്സവം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അധിനിവേശങ്ങൾക്കെതിരെയുള്ള കലയുടെ പ്രതിരോധം എന്ന ഒരു പ്രമേയവും ആ പ്രമേയവുമായിട്ടാണ് ഇന്തിഫാദ എന്നുള്ള പേര് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണിത്? എന്നാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഈ ഹമാസ് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഹമാസ് ഉപയോഗിച്ച വാക്കാണിതാണ് എന്ന് പലർക്കും ഇപ്പോൾ അറിയാം. ഇത് ചൂണ്ടിക്കാട്ടിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്കും ഒപ്പം തന്നെ ഗവർണർക്കുമൊക്കെ ഈ പരാതി നൽകിയതും. പക്ഷെ അതിനൊന്നും ആ പരാതിക്കൊന്നും ഒരു തീരുമാനവുമായില്ല. ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന വാക്ക് കലോത്സവത്തിൻ്റെ പേരാക്കുന്നത് ഒഴിവാക്കണമെന്നും ഈ പരാതിക്കാർ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വിവാദത്തിൽ അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങൾ നടത്തിയിട്ടില്ല. ഉയർന്നു വരുന്ന പ്രതിരോധം എന്നാണ് ഇന്തിഫാദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നും സർഗാത്മകമായി യൂണിവേഴ്സിറ്റി യൂണിയൻ ഉപയോഗിക്കുവാനുള്ള പേരിലും പ്രമേയത്തിലുമൊക്കെ സർവകലാശാല ഇടപെടാറില്ല എന്നുമാണ്
DSS രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാർച്ച് 7 മുതൽ 11 വരെ പാളയം യൂണിവേഴ്സിറ്റി കോളേജിൽ, തിരുവനന്തപുരത്ത് പാളയം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഈ സർവകലാശാല കലോത്സവം നടക്കാൻ പോകുന്നത്. SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ആഗോള ഭീകരവാദ സംഘടനകളെ മാതൃകയാക്കുകയാണ് എന്ന് പലപ്പോഴും BJP വരെ ആരോപിച്ചിട്ടുണ്ട് താനും. ഈ അറബി പദമായിട്ടുള്ള ഇന്തിഫാദ ചരിത്രപരമായി തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, പേര് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കേരള സർവകലാശാല കലോത്സവ വേദികളിൽ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ പേരിനെതിരെയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിൽ പറയുന്നത് പോലെ ഒരു രാജ്യം, അതായത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം, ഇസ്രായേലിനോട് പലസ്തീനോടൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നില്ല. മറ്റൊരു രാജ്യവുമായി വളരെ നല്ല ബന്ധം പുലർത്തിപ്പോകുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിലൊരു സർവകലാശാലയിൽ ഒരു കലോത്സവം നടക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിന് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന ഇന്തിഫാദ പോലുള്ള വാക്കുകൾ എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? സാംസ്കാരികമായി കലാപരമായി ഒന്നിച്ചു പോകേണ്ട വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു തീക്കനൽ വാരിയെറിയുന്നത്? പലപ്പോഴും SFIയുടെയും CPMൻ്റെയും നിലപാടുകളെ പലവട്ടം പലരും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഈ പ്രവണതകൾ, ഈ പ്രവർത്തനങ്ങൾ ശരിയല്ല കേട്ടോ. ഒരു താളാത്മകമായി സർഗാത്മകമായി തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന വേദികളിൽ ഇങ്ങനെ മതത്തിൻ്റെ, ജാതിയുടെ, രാജ്യത്തിൻ്റെ പലതിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലുള്ള പ്രവണതകൾ സ്വീകരിക്കുന്നത് ഭിന്നിപ്പുളവാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു മനസ്സ് അത് ഈ കലോത്സവങ്ങളിൽ നിന്നെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കൂ. ഭിന്നിച്ച് ഭരിച്ച് നിങ്ങൾക്ക് ആ മനസ്സായി മാറിക്കഴിഞ്ഞു SFIക്കാരെ അല്ലെങ്കിൽ CPMകാരെ. കാരണം കേരളത്തിനെ ഭരിക്കാൻ ഭിന്നിപ്പ് മനസ്സുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആ മനസ്സ്, അതേ മനസ്സ് ഇങ്ങനെ സർഗാത്മകമാകുന്ന കലകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് കല എന്ന് പറയപ്പെടുന്നത് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള, എല്ലാവരും, അത് ജാതി മത വ്യത്യാസമന്യേ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടി ചെയ്യേണ്ടതാണ്. അതിനെ ഇങ്ങനെ ഭിന്നിപ്പുളവാക്കി, ഭിന്നിപ്പുണ്ടാക്കി, മതസ്പർദ്ധ ഉണ്ടാക്കി, പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്കൊരു സമീപനത്തിലേക്ക് ഈ SFIക്കാർ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കുക. സർവകലാശാല ഒരു നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ്.